വെൽക്കം ടു പ്രൈം പോഡ്കാസ്റ്റ് ആൻഡ് ഇറ്റ്സ് മീ ദീപ്തി. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മികച്ച നടിക്കുള്ള കേരള ടെലിവിഷൻ അവാർഡ് വിന്നർ റിയയാണ്. പണിക്കൻകുടി എന്നാണ് എൻ്റെ സ്ഥലത്തിൻ്റെ പേര്. ഞാനൊരു ഗ്രാമപ്രദേശത്ത് നിന്ന് വരുന്ന ആളാണ്. ഫസ്റ്റ് ആക്ടിങ് വെഞ്ചറാണ്. കുറെ ഇരട്ടി മധുരത്തിലാണല്ലോ ഇപ്പൊ നിൽക്കുന്നത്. മൂവരട്ടി മധുരത്തിലാണ് നിൽക്കുന്നത്. എനിക്ക് ട്രാൻസ്മാൻ ആയിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. പല ബോഡി പാർട്ടുകളും കവർ ചെയ്യേണ്ട വന്നിട്ടുണ്ടാവും. നമ്മൾ അപ്പർ ബോഡി സർജറിക്ക് ശേഷമുള്ള ട്രാൻസ്ഫോർമേഷൻ കാണിക്കൽ കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു. ചെസ്റ്റ് ബൈൻഡ് ചെയ്യാന്നുള്ളായിരുന്നു ഭയങ്കര മറ്റൊരു ടാസ്ക്. അന്നാണ് ഞാൻ ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഈ കാര്യം അറിയുന്നത്. നമ്മൾ ഈ നീരൊക്കെ വരുമ്പോൾ കിട്ടുന്ന ബാൻഡേജില്ലേ, ആ ബാൻഡേജസ് വെച്ചിട്ട് കെട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. ഐ ഗീവ് മോർ സോളിഡാരിറ്റി ടു ദം. ഉണ്ടായിരിക്കും, അത് എല്ലായിടത്തും ഉണ്ടായിരിക്കും. അതിന് ഞാൻ മറുപടി പറയണമെങ്കിൽ എന്താണ് ദീപ്തി ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം എന്നോട് പറയണം. പെൺകുട്ടി അല്ലാതെ ഒരു ജെൻഡറിലോട്ട് മാറുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കാൻ പോലും, വേറൊരു ജന്മം ഉണ്ടെങ്കിൽ പോലും വേറൊരു ജെൻഡർ ആകുന്നതിൽ ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരാളാണ് ഞാൻ റിയ. ഇന്നത്തെ പ്രൈം പോഡ്കാസ്റ്റിൽ ദീപ്തിയോടൊപ്പം ഇന്നത്തെ ഗസ്റ്റ് ഞാനാണ്. റിയ, വെൽക്കം ടു ദി ഷോ. നമസ്കാരം. ഓക്കെ, ഹാപ്പിയാണോ? ഹാപ്പിയാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കുറെ ഇരട്ടി മധുരത്തിലാണല്ലോ ഇപ്പൊ നിൽക്കുന്നത്. മൂവരട്ടി മധുരത്തിലാണ് നിൽക്കുന്നത്. ഫസ്റ്റ് സീരിയൽ ആയിരുന്നു ആൺപിറന്നോൾ എന്ന് പറഞ്ഞൊരു സീരിയൽ അല്ലേ? ഫസ്റ്റ് ആക്ടിങ് വെഞ്ചറാണ്. ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ ഒരു ത്രൂ ഔട്ട് ഒരു ടെലിവിഷനിലെ മിനി സ്ക്രീൻ. എങ്ങനെയായിരുന്നു ഇതിലോട്ടൊരു എൻട്രി? എങ്ങനെയായിരുന്നു? വളരെ ആക്സിഡന്റലായിട്ട് അഭിനയത്തിലോട്ട് വന്നതാണ്. അഭിനയിക്കണമെന്നൊന്നും വിചാരിച്ചിരുന്ന ആളല്ല. ഞാൻ ടോംബോയിഷായി ഹെയർ കട്ട് ചെയ്തിരുന്ന ഒരു സമയത്ത് 2020-ലോ 2019-ലോ എന്തോ ആണ്, കറക്റ്റായിട്ട് ഓർമ്മയില്ല. ആ സമയത്ത് ഇങ്ങനെ ടോംബോയിഷ് ലുക്കിലുള്ള ഒരാളെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്വേഷിക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്തായ ദിവ്യപ്രഭ, ഇപ്പോൾ അവാർഡൊക്കെ കിട്ടിയ, ക്യാൻസലൊക്കെ പോയ ആള് അയച്ചു കൊടുക്കട്ടെ, ഇങ്ങനെ ഒരാളെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അയച്ചു കൊടുത്തു. ഞാൻ പോയി കഥ കേട്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. അങ്ങനെ ആണ് ഈ അവസരത്തിലോട്ട് വന്നത്. പക്ഷെ ഓൾറെഡി ഒരു ആക്ടിങ് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഇല്ലാതെയാണ് ഈ നല്ലൊരു ക്യാരക്ടറിലോട്ട് പോയിട്ടുള്ളത്. ഈ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഒരു ട്രാൻസ് മെന്നിന്റെ സ്റ്റോറി പറയുന്ന ഒരു സീരിയലാണ്. അപ്പോൾ അതിന് ആ ഒരു ക്യാരക്ടർ എടുക്കുമ്പോൾ എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുണ്ടാവില്ല? ഉറപ്പായിട്ടും കഥയിൽ ട്രാൻസ്ഫോർമേഷൻ ആണ് കാണിക്കുന്നത്. അതായത് ഓൾറെഡി ട്രാൻസ്ഫോംഡ് ആയ ഒരു വ്യക്തി ആയിട്ടല്ല കാണിക്കുന്നത് ഫിസിക്കലി. പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് എല്ലാ പ്രോസസ്സുകൾക്ക് ശേഷം കംപ്ലീറ്റ് മാനായി മാറുന്ന ഒരാളുടെ കഥയാണ് കാണിക്കുന്നത്. അപ്പു എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. അഭിനയത്തിൻ്റെ ഭാഗമായിട്ട്, കഥയുടെ ഭാഗമായിട്ട് തന്നെയാണ് ട്രാൻസ്ഫോർമേഷൻസ് ഓരോന്ന് വന്നിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ കാണുന്ന രൂപമാണെന്ന് അറിയില്ല, ചിലപ്പോൾ സ്ലൈറ്റ് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ഒരു രൂപത്തിൽ നിന്ന് തുടങ്ങി അവസാനം ഒരു കംപ്ലീറ്റ് മെൻ എന്ന് നമ്മൾ പറയുന്ന രൂപത്തിലോട്ട് മാറിയാണ് ട്രാൻസ്ഫോർമേഷൻ. അത് പ്രോസസ്സ് ഈ സീരിയലിൻ്റെ കൂടെ തന്നെ പോയൊരു പ്രോസസ്സാണ്. നോർമലി നമ്മുടെ ലാലേട്ടനും മമ്മൂക്കിയൊക്കെ പറയാറുണ്ട്, ഒരു ക്യാരക്ടർ എടുക്കുന്ന സമയത്ത് അവർ അതിന് റിസർച്ച് ചെയ്യാറുണ്ട്. അതുപോലെ ആ ഒരു ക്യാരക്ടറുമായിട്ട് ജെനുവിനായിട്ട് ഉണ്ടായ ആൾക്കാരുടെ കൂടെ നിന്നിട്ടൊക്കെയാണ് അവർ ആ ഒരു ക്യാരക്ടർ എടുക്കാറുള്ളതെന്ന്. പ്രത്യേകിച്ച് റിയ ചെയ്യുന്ന വെച്ചാൽ അത്രയും നല്ലൊരു ക്യാരക്ടറാണ്, കുറച്ച് ഡിഫിക്കൽട്ടി ഉള്ള ക്യാരക്ടർ കൂടെയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ആ ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെ നോക്കി പഠിക്കാൻ? എനിക്ക് ട്രാൻസ്മാൻ ആയിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഓരോ എനിക്കുണ്ടാകുന്ന സംശയങ്ങൾ അല്ലെങ്കിൽ പ്രോസസ്സുകളെ പറ്റിയിട്ട്, എന്താണ് അവരുടെ ഒരു സ്റ്റോറി, അല്ലെങ്കിൽ അതിനകത്തുനിന്ന് റിലേറ്റബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ. പിന്നെ തെറ്റുകൾ വരാതിരിക്കാനും പറ്റുന്നത്ര നമുക്ക് നന്നായിട്ട് ചെയ്യാന്നുള്ളതാണല്ലോ, ഇൻക്ലൂസീവായ നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അത്തരത്തിൽ സംസാരിച്ചിട്ടുണ്ട്, അവരുടെ കഥകൾ കേട്ടിട്ടുണ്ട്. പല സുഹൃത്തുക്കളുടെയും ഒരു 2-3 സുഹൃത്തുക്കളിൽ കൂടുതൽ ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്. അതാണ് ഒരു കമ്മ്യൂണിറ്റിയോടെ, ട്രാൻസ്മാനായിട്ടുള്ള സുഹൃത്തുക്കളോട് മാത്രമല്ല ട്രാൻസ്വുമണായിട്ടുള്ള സുഹൃത്തുക്കളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ആ സംസാരം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒന്ന് മനസ്സിലാക്കുന്നതിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് റിലേറ്റ് ചെയ്യുന്നതിൽ. പിന്നെ ഞാൻ ജെൻഡറിനെ പറ്റി പഠിച്ചിട്ടുള്ള ആളാണ്, അപ്പോൾ അതും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡയലോഗിലാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ കഥ വായിക്കുന്ന സമയത്ത് കുറച്ചുകൂടി അതിനെ മനസ്സിലാക്കുന്നതിലാണെങ്കിലും, സംസാരങ്ങൾ ഉണ്ടാവുന്നതിലാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു മനസ്സിലാക്കലുണ്ടല്ലോ, നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നത് ശരിയാണ്. ഇപ്പം അഭിനയിക്കുക എന്നുള്ളതിനപ്പുറത്തോട്ട് നമ്മൾ ചെയ്യുന്ന നമുക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സാധനം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലൊക്കെ എൻ്റെ പഠനവും മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കുന്നതും എല്ലാം സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടുന്ന സമയത്ത് അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? അത് കിട്ടുന്ന സമയത്ത് എല്ലാവരും മൊമെന്റ് എങ്ങനെയായിരുന്നു? അതിന് സത്യത്തിൽ എങ്ങനെ മറുപടി പറയേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല. ആദ്യം ഇപ്പോൾ സീരിയലിൽ വരുന്ന സമയത്തൊക്കെ നമ്മൾ ഒബ്വിയസ്ലി വിചാരിക്കുന്നുണ്ടാവും, ഭയങ്കര രസമുള്ള ഒരു സ്റ്റോറിയാണല്ലോ, ഇപ്പോൾ ഒരു അവാർഡൊക്കെ കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോറിയാണല്ലോ. ആ സമയത്ത് എല്ലാവരും പറയുമായിരുന്നു. പിന്നെ സീരിയൽ വരുന്ന സമയത്തും എൻ്റെ ഡയറക്ടർക്ക് എപ്പോഴും പറയുമായിരുന്നു, അത് എക്സ്പെക്ട് ചെയ്തോ, അത് കിട്ടും. ഭയങ്കര സപ്പോർട്ടീവായിട്ട് തന്നെ അങ്ങനെ പറയുമായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇടയ്ക്ക് ചില ദിവസം എനിക്ക് തോന്നും കൊള്ളാം, കിട്ടുമായിരിക്കും, രസമുണ്ടല്ലോ എന്നൊക്കെ തോന്നും. ചില ദിവസം തോന്നും അങ്ങനെ ചിലപ്പോൾ കിട്ടില്ലായിരിക്കും, നോക്കി നിൽക്കാം എന്നുള്ളത്. പിന്നെ 2024 അനൗൺസ് ചെയ്യേണ്ട അവാർഡായിരുന്നല്ലോ, 2023 അവാർഡാണ്. 2024 പ്രത്യേകിച്ച് എനിക്കൊന്നും
കാണാത്തപ്പോൾ ഞാൻ വിചാരിച്ചു അവാർഡൊക്കെ ഓൾറെഡി പ്രഖ്യാപിച്ച് കാണും, ഞാനതിനെപ്പറ്റി സത്യത്തിൽ ഫോളോ അപ്പ് ഒന്നും ചെയ്തില്ല. പിന്നെ സീരിയൽ കഴിഞ്ഞ് ഒരുപാട് നാളായി ഇപ്പോൾ, അപ്പം 1 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ അത് സത്യത്തിൽ മറന്നിരിക്കുന്ന ഒരു സമയത്ത് രാവിലെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നല്ലോ, ഒരു ഉച്ചയ്ക്കായെന്ന് തോന്നുന്നു. ഉച്ചയ്ക്ക് എന്തോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ അറിയുന്നത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെന്ന്. അപ്പോൾ ഞാൻ കുറച്ചേരം ഇങ്ങനെ ഞെട്ടി, സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു മൊമെൻറ്റിലാണ് ആദ്യത്തെ അരമണിക്കൂർ എന്തായാലും പോകുന്നത്. പിന്നെ ആളുകൾ വിളിക്കുന്നു, കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു. അപ്പം ഈ കിട്ടിയ മൊമെൻറ്റിൽ സത്യത്തിൽ സ്റ്റേറ്റ് അവാർഡിനെ പറ്റി ആലോചിച്ചിട്ട് പോലും ഇല്ലാത്തൊരു മൊമെൻറ്റിലാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ തുടക്കകാലത്തൊക്കെ കിട്ടുമായിരിക്കും, നമ്മളിടുന്ന എഫേർട്ട് വാലിഡേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്നൊക്കെയുള്ള തോന്നലിൽ കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ട്. കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം സീരിയലിലാണെങ്കിലും ഫിലിമിലാണെങ്കിലും ഈ ഒരു മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ ഒരു ഇഷ്യൂസ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണുള്ളത്. അപ്പോൾ റിയക്ക് ഈ ഒരു സീരിയലിലോട്ടുള്ള എൻട്രി സമയത്ത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു വിധത്തിലും ജനറലി അങ്ങനെ സെക്ഷൽ ഹറാസ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. പിന്നെ മീഡിയയിൽ മാത്രമാണ് സെക്ഷൽ ഹറാസ്മെൻറ്റ് നിലനിൽക്കുന്നതെന്നുള്ള അഭിപ്രായം എനിക്കില്ല. എല്ലാ മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിലും ഏത് ജോലി സ്ഥലത്തും, അത് കോർപ്പറേറ്റ് ആണെങ്കിലും മീഡിയ ആണെങ്കിലും എല്ലായിടത്തും പല ഷെയ്ഡുകളിലുള്ള സെക്ഷൽ ഹറാസ്മെൻറ്റ് നിലനിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതലും ഡോമിനേറ്റ് ചെയ്യുന്ന ആ ഒരു സീരിയൽ സിനിമ ആ ഒരു ഫീൽഡിലായതുകൊണ്ടാണ് ഞാൻ ഞാൻ അതിനെ ഡിനേ ചെയ്ത് സംസാരിച്ചതല്ല, ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് പറഞ്ഞതാണ്. അത് സീരിയൽ സിനിമാ രംഗത്ത് പറയാനുള്ള സ്പേസ് ഉണ്ടായി എന്നുള്ളതിൽ നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടത്. ചിലപ്പോൾ സ്പേസ് ഇല്ലാതെ ഉള്ള സ്ഥലങ്ങളും ഉണ്ടല്ലോ. വി ഹാവ് എ വെരി ഗുഡ് സ്പേസ് ആൻഡ് വെരി ഗുഡ് ഓഡിയൻസ് ടു കമ്മ്യൂണിക്കേറ്റ് ദാറ്റ് ഓക്കെ വി ആർ ഗോയിങ് ത്രൂ ദിസ് അബ്യൂസ് ആൻഡ് വയലൻസ്. അതൊരു പോസിറ്റീവ് കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഇവിടെയാണ് കൂടുതൽ എന്നുള്ളതിനൊരു അടിസ്ഥാനമാണോ എന്നുള്ളത് എനിക്കറിയില്ല. ചെയ്യുന്നത് കൊണ്ട് മേ ബി അതായിരിക്കാം കൂടുതൽ എന്നുള്ള രീതിയിലാണ് കൂടുതൽ നമ്മൾ സംസാരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള വ്യത്യാസം. നമുക്ക് സംസാരിക്കാനുള്ള സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കൂടി വരുന്നു എന്നുള്ളതാണ്. ഇറ്റ്സ് എ വെരി പോസിറ്റീവ് തിങ്. പിന്നെ ഇപ്പോൾ എൻ്റെ അടുത്ത് അല്ലാതെ ഇപ്പോൾ സീരിയലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലാതെ എന്തെങ്കിലും കാസ്റ്റിങ്ങിൻ്റെ സാധനമൊക്കെ സംസാരിക്കുമ്പം ഡയറക്റ്റ്ലി ഇതുവരെ എൻ്റെ അടുത്ത് ആരും ഒരു നിങ്ങൾ സെക്ഷലി ഒന്ന് എന്തായാലും പറയുക അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള തരത്തിലുള്ള സാധനങ്ങൾ ഡയറക്റ്റ്ലി ചോദിച്ചിട്ടില്ല. എന്നാലും അതിൻ്റെ മുന്നേ വെച്ചിട്ടുള്ള, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ വളരെ നല്ല വർക്കുകളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ ചിലപ്പോൾ അവരിങ്ങനെ കുറച്ചുകൂടി ഒന്ന് ലീനിയൻ്റ് ആവാനൊക്കെ പറയും. ആ ഒരു തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് എങ്ങനെ എഗെയിൻസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒപ്പോസ് ചെയ്ത് എങ്ങനെയായിരുന്നു? അത് കോണ്ടെക്സ്റ്റ് അനുസരിച്ചാണ്. ഒബ്വിയസ്ലി ഞാനങ്ങനെ ഭയങ്കര ഷൗട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല. യു ക്യാൻ നോട്ട് സ്പീക്ക് ടു മീ ലൈക്ക് ദാറ്റ് എന്നുള്ള രീതിയിൽ അവിടെ കട്ട് ഓഫ് ചെയ്യാണ് പൊതുവേ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ മെന്റലി ഒന്ന് സ്ട്രെസ്ഡ് ആയി പോകും. അത് പൊളൈറ്റ് ആയിട്ട് സംസാരിക്കാൻ എങ്ങനെ പറ്റും? പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുക എന്നുള്ളതല്ല, നമ്മൾ അസേർട്ടീവായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത്, നോട്ട് ദീപ്തി, ഇപ്പം മറ്റൊരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ലീനിയൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല അവസരങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്ന സമയത്ത് യു കനോട്ട് സ്പീക്ക് ടു മീ, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് അങ്ങനെ സംസാരിക്കുക എന്നുള്ളത് ഡിസ്റെസ്പെക്ട്ഫുൾ ആണ്. ആൻഡ് വി വിൽ നോട്ട് ബി ഹാവിങ് എനി ഫർദർ കോൺവെർസേഷൻസ്. അത് വർക്കുമായി അങ്ങനെ ഒരാളുടെ അടുത്ത് എന്നെ സംബന്ധിച്ച് എനിക്ക് പിന്നീട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ചിലപ്പോൾ അത്തരത്തിലൊരു പ്രിവിലേജ് ഉള്ളതുകൊണ്ടായിരിക്കാം. അങ്ങനെ എല്ലാ മനുഷ്യർക്കും പിന്നീട് ചിലപ്പോൾ അങ്ങനെ ഇപ്പോൾ ജോലി, നമ്മൾ ഒരു പ്രൈം കരിയറായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് നമുക്ക് ജോലി കിട്ടുന്ന ഒരു ആക്സസിനെ കട്ട് ചെയ്യൽ എല്ലാവർക്കും എളുപ്പമുള്ളൊരു കാര്യമല്ല. അത് പൂർണ്ണമായിട്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു, ആളുകളുടെ ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. എന്നെ സംബന്ധിച്ച് എനിക്ക് വന്ന സമയങ്ങളിൽ എനിക്ക് അതിനോട് ലീനിയൻ്റ് അവിടെ, അതായത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്ഥലത്തിലല്ല, ആ മനുഷ്യരെ കട്ട് ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള പ്രിവിലേജും ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് വളരെ അസേർട്ടീവായിട്ട് സംസാരിക്കാൻ പറ്റുമായിരുന്നു ആ സമയത്ത്. അത് മേ ബി റിയ അത്രയും ബോൾഡ് ആയതുകൊണ്ടാവും, അതുപോലെ ബോൾഡാക്കി വളർത്തിയ ഒരു ഫാമിലിയും കൂടി ഉള്ളതുകൊണ്ടായിരിക്കാം അല്ലേ? അത് എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല. അത് ചിലപ്പോൾ ഇപ്പം അങ്ങനെ പറയാത്ത ആളുകൾ ബോൾഡ് അല്ല അല്ലെങ്കിൽ അസേർട്ടീവ് അല്ല എന്നുള്ളതല്ലോ അതിനർത്ഥം. അത് ഓരോ ആളുകളുടെയും ഒരു പ്രോസസ്സ് ഓരോ തരത്തിലാണ്. അപ്പോൾ ഓരോ ആളുകൾ അതിനെ കൈകാര്യം ചെയ്യുന്ന പലതരത്തിലായിരിക്കും, ആളുകൾക്ക് വരുന്ന ടെൻഷൻ പലതരത്തിലായിരിക്കും. അപ്പം അതിനെ ഒരു ബോൾഡ്നെസ് എന്ന് പറഞ്ഞ് ലേബൽ ചെയ്യേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ സാഹചര്യത്തിൽ എനിക്കത് പറയാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ റിയ ഓൾറെഡി പറഞ്ഞു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവാം. ഈ ഒരു സീരിയലോ സിനിമ ഇൻഡസ്ട്രിയിൽ അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്തിട്ടാണോ പോപ്പുലർ ആവുന്നതിൻ്റെ തോന്നലുണ്ട്? എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ല. പിന്നെ അങ്ങനെ സംസാരിക്കുന്നതിനകത്ത് പോലും ഒരു പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നണത്. ഇപ്പോൾ ഇറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് വർക്ക്. അതൊരു വർക്ക് സ്പേസിനെ മുതലെടുത്ത് മാനിപ്പുലേറ്റ് ചെയ്ത് അബ്യൂസ് ചെയ്ത് പാരലലി ഉണ്ടാക്കുന്ന ഒരു പവർ പൊസിഷൻ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വളരെ വൃത്തിയായിട്ടൊരു സമ്പ്രദായമാണല്ലോ. അപ്പോൾ അത് മീഡിയയിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു എന്ത് തരത്തിലുള്ള ഒരു പവർ പൊസിഷനിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ജോലിക്ക് ഒരു സ്ത്രീ ചെല്ലുന്ന സമയത്ത് അവർ എല്ലാ ദിവസവും അനുഭവിക്കുന്നതെന്ന് പറയുന്ന പോലത്തെ, ഓരോ ഗ്രേഡിലും ഓരോ ഷെയ്ഡിലും എല്ലാ ദിവസവും അനുഭവിക്കുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യത്തെയാണ്. അതിന് നമ്മൾ നോർമലൈസ് ചെയ്തിപ്പോൾ അത് അവരുടെ ഒരു വളർച്ചയുടെ ഭാഗമാണെന്നുള്ള തരത്തിൽ സംസാരിക്കുന്നതിനകത്ത് പോലും ഒരു തെറ്റുണ്ടല്ലോ. അങ്ങനെ അല്ലല്ലോ. അത് ഇപ്പം
ഒരാൾ അഭിനയിക്കുന്നതിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. അഭിനയിക്കുന്ന ആളാണെങ്കിൽ അഭിനയിക്കുന്ന നല്ല വേഷങ്ങൾ ചെയ്യുക, അവരുടെ നല്ല പെരുമാറ്റം കൊണ്ടോ അല്ലെങ്കിൽ നല്ല കഴിവ് കൊണ്ടോ അവരുടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണല്ലോ അവർ വളർന്നു വരിക. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പവർ പൊസിഷനിൽ നിൽക്കുന്ന ആളുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ലീനിയൻ്റായി മറ്റേതെങ്കിലും തരത്തിൽ മോശമായിട്ടുള്ള ഒരു രീതിയിൽ നിൽക്കുന്നത് കൊണ്ടല്ലല്ലോ ആളുകൾ ഉയർന്നു വരുന്നത്. പൊസിഷൻ യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ്സ് ഓഫ് ആൾക്കാരില്ലേ ഇപ്പോഴും? ഉണ്ടായിരിക്കും, അത് എല്ലായിടത്തും ഉണ്ടായിരിക്കും. പക്ഷെ അതല്ല നമ്മുടെ വളർച്ചയുടെ നമ്മളെ എത്ര തരത്തിൽ എന്താ ഉയർച്ചയിലെത്തുന്ന മനുഷ്യനാണ് എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനം അതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, ഇതിന് ഞാനൊന്ന് ഒപ്പോസിറ്റ് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, പല ആൾക്കാരും സിനിമയിലോട്ട് വരുന്ന സമയത്ത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാസ്റ്റിംഗ് കൗച്ച്, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ഡയറക്ടർ ഈ ഒരു ഫീൽഡിലുള്ള ആൾക്കാരെ എടുക്കുന്നുണ്ടെന്ന് മിസ്ബിഹേവിയർ കാരണം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കുറേ നല്ല ക്യാരക്ടർ മിസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ കുറേ വ്യക്തികളുണ്ട്. പക്ഷെ ഞാൻ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് ഒരു തരത്തിൽ അവർക്ക് നല്ല രീതിയിൽ അവരുടെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത് അവിടെ തച്ചുടക്കുന്നൊരു നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി പോവാൻ. പക്ഷെ അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പ്രിവിലേജിന്റെ കാര്യം പറഞ്ഞത്. ഇപ്പം നിങ്ങളുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങ് ഒരു ഒറ്റ അടി വെച്ച് കൊടുത്തൂടെ എന്ന് ചോദിക്കൂലേ? അങ്ങനെ അടി വെച്ച് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ നിന്നല്ല എല്ലാ മനുഷ്യരും വരുന്നതെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം എനിക്കുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് സ്റ്റക്കായി പോവുക, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വരിക, നമ്മുടെ കുടുംബത്തെ പോറ്റുക എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഗ്രേയർ ഏരിയകൾ ഉണ്ടല്ലോ. അത് എസ്പെഷ്യലി എല്ലാ ദിവസവും വരുമാനം കിട്ടി ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ അതിനെ ബോൾഡ്നെസ് ആയിട്ട് പോലും കമ്പയർ ചെയ്യരുത് എന്ന് പറയുന്നത്. അത് മനുഷ്യരുടെ ഹെൽപ്ലെസ്നെസ്സും കൂടെയാണ്. അപ്പോൾ ഞാൻ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇല്ല എന്നോ അത്തരത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ടൊരു ഗുണം ഉണ്ടാവില്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഓവർ ദ ടൈം ഡെഫിനറ്റ്ലി മനുഷ്യർക്ക് വിദ്യാഭ്യാസം കൂടി വരികയാണ്, മനുഷ്യർക്ക് കുറച്ചുകൂടി സേഫും ഇൻക്ലൂസീവും ആയിട്ടുള്ള സ്ഥലങ്ങൾ കൂടി വരികയാണ്. പിന്നെ നമ്മൾ കുറേ കാലഘട്ടങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു സിനിമ എടുത്ത് നോക്കുന്ന അത്രയും ഡിഫറൻസിലല്ല ഇപ്പോൾ അതിൻ്റെ ആക്സസിബിലിറ്റിയോ ഇപ്പോൾ അതിൻ്റെ സ്പേസോ നിൽക്കുന്നത്. മനുഷ്യർക്ക് തുറന്ന് സംസാരിക്കാനുള്ള ഇടങ്ങളുണ്ടായി വരുന്നത് കൊണ്ടുകൂടിയാണ് നമ്മളിതൊക്കെ കേൾക്കുന്നതും നമ്മളിതിനെ അടുത്ത് അറിയുന്നതും. അങ്ങനെ ഇടങ്ങളില്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ടാവാം. അവിടെ നമ്മൾ വളരെ സേഫ് ആണെന്ന് പറയുന്നതല്ലല്ലോ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം. നമ്മുടെ ഇടം സേഫായി വരുന്നതിൻ്റെ അടയാളമാണ് നമുക്ക് തുറന്നു പറയാൻ പറ്റുന്നു. നമുക്ക് ഇവിടെ ഒരു പോഡ്കാസ്റ്റിൽ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളത്, അങ്ങനെ സംസാരിച്ചാലും ജീവിക്കാൻ പറ്റുന്ന സേഫ്റ്റി നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല, ഇറങ്ങി വരാം. അത്തരത്തിലല്ല ഞാനതിനെ ഉദ്ദേശിച്ചത്. അതൊരു കൂട്ടായിട്ടുള്ളൊരു സാധനമാണല്ലോ. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ അടുത്ത് ചിലപ്പം ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് വേറൊരു സ്ഥലത്ത് ചെന്നിട്ട് എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് എന്ന് പറയാനുള്ള സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം നമുക്ക് അങ്ങനെ അല്ലാത്ത ഒരുപാട് തരങ്ങളിൽ ആക്സസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരുപാട് ഓഡീഷനുകൾ നടക്കുന്നുണ്ട്, മറ്റു പലതരത്തിലുള്ള നെറ്റ്വർക്കിങ്ങുകൾ നടക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള വഴികളിൽ കൂടെയും നമുക്ക് എന്താ പറയണേ ഒരു അവസരങ്ങളിലോട്ട് എത്താം. ഈ ഫിലിം അസോസിയേഷൻ നടക്കുന്ന സെയിം ഇഷ്യൂസ് തന്നെ സീരിയലിലും ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ടോ? എനിക്ക് ഡയറക്റ്റ്ലി അങ്ങനെ എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഉണ്ടാവില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പലതരത്തിൽ. ഇപ്പോൾ അത് നമ്മൾ എവിടെ നിന്ന് വരുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്, നമ്മൾ എത്രത്തോളം നീഡിയാണ്, നമ്മൾ ഇടപെടുന്ന മനുഷ്യർ എത്രത്തിലുള്ള മനുഷ്യരാണ്, ഇത്തരത്തിലുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പം അതിനെപ്പറ്റി ഡയറക്റ്റ്ലി ഒരു അഭിപ്രായം പറയും. ഇപ്പം ആധികാരികമായിട്ട് ഞാനിത് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ തരത്തിൽ എനിക്കറിയില്ല അതിനെപ്പറ്റി പറയാൻ. എൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി ആരും വന്ന് മോശമായിട്ടുള്ളൊരു അനുഭവത്തെ പറ്റിയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കറിയാവുന്ന ആളുകൾ പറഞ്ഞിട്ടില്ല എന്നാണോ, അതോ റിയ എന്തെങ്കിലും പറയുന്നുള്ളതിന് എന്തെങ്കിലും മുൻകരുതലായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല, എൻ്റെ അടുത്ത് ഈ പറയുന്ന പോലെ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ അത് സംസാരിക്കാനുള്ള എല്ലാ സ്പേസും കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്ന ആളുകൾക്ക് ഇൻവാലിഡേറ്റ് ചെയ്യുന്നു എന്ന് ഇന്ന് വരെ ഒരു കമൻറ്റ് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് അത്തരത്തിൽ ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന സംസാരിക്കുന്നതിനെ ഞാൻ ഏറ്റവും വെൽക്കം ചെയ്യുന്നുണ്ട്. ബിക്കോസ് എനിക്ക് പേഴ്സണലി സംസാരിക്കാൻ ഇടം കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും സംസാരിക്കാൻ ഇടങ്ങൾ ഉണ്ടാവണം എന്ന് പറയുന്നതാണ്. അതൊരു റെസിപ്രോക്കേറ്റിംഗ് പരിപാടിയാണ്. അതുകൊണ്ട് അത്തരത്തിൽ ഇപ്പം എൻ്റെ അടുത്ത് സംസാരിക്കാൻ പാടില്ലാത്ത തരത്തിൽ എൻ്റെ അടുത്ത് സംസാരിക്കാൻ ആളുകൾ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. വരുന്നത് കൊണ്ടല്ല ഞാൻ അങ്ങനെ അത്തരത്തിൽ സംസാരങ്ങൾ മുന്നോട്ട് വെക്കാറുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ വെറുതെ സീരിയൽസ് ചെല്ലുമ്പോഴായിരിക്കും എന്നെ ആരും അനാവശ്യമായി നോക്കി ബുദ്ധിമുട്ടിപ്പിക്കരുതെന്ന് പറയുന്ന പോലത്തെ കമൻറ്റുകൾ, അത് പാസീവായിട്ടുള്ള കമൻറ്റാണ്, തമാശയായിട്ട് നമ്മൾ പറയുന്നതാണ്. എങ്കിൽ പോലും അവിടെ മുതൽ നമ്മുടെ എന്താ പറയുക നമ്മളെ പ്ലേസ് ചെയ്യുന്നത് തുടങ്ങുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ സീരിയലിൻ്റെ കാര്യത്തിൽ വളരെ രസകരമായിട്ടുള്ളൊരു സാധനമുള്ളത്, ആദ്യമായിട്ട് ഞാൻ ഡയറക്ടറെ കാണാൻ പോകുന്ന സമയത്ത് ഡയറക്ടറുടെ അടുത്ത് കഥയൊക്കെ പറഞ്ഞു. ഇപ്പോൾ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ, ഫസ്റ്റ് നമ്മുടെ മീറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ എന്താ എനിക്കതൊന്നും അറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞില്ല, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, കഥയൊക്കെ എനിക്ക് ഓക്കെയാണ്, ഹാപ്പിയാണ്.
പിന്നെ എന്നെ വേറെ സെക്ഷലി ഒന്നും ആരും ഉപദ്രവിക്കരുത് അവിടെ എന്ന് പറഞ്ഞു. സീരിയൽ തീരുന്ന അവസാന ദിവസം വരെയും അവര് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു. അവരെന്ന് വെച്ചാൽ മൊത്തത്തിൽ എല്ലാവരും ഇത് ഭയങ്കര കോമഡി ആയിട്ട് എടുത്തിട്ട്, ഇത്രയും സീനിയറും ഇത്രയും വർക്കുകളൊക്കെ ചെയ്ത ഇത്രയും മറ്റേ ആളുകൾ ബഹുമാന്യനായിട്ടുള്ള ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് ഇന്ന് വരെ ആരും അങ്ങനെ ഒരു സാധനം ചോദിച്ചിട്ടില്ല എന്ന് പറയുമായിരുന്നു. ഞാൻ പറയുന്നത് ഞാനതിനെ കാണുന്നത്. പക്ഷെ റീ അത് പറഞ്ഞത് മേ ബി മനസ്സിലുള്ള ഒരു കാര്യം നമ്മൾ കേട്ടറിവിൽ പറഞ്ഞതാണ്. വേണേ ഇച്ചിരി കിളിയായതുകൊണ്ട് പറഞ്ഞാന്നും കൂടെ പറയാം. അതായത് എന്താ പറയുക, ഇപ്പം നമ്മൾ പറയുന്നത് വേറെ എന്തെങ്കിലും പറയാണ്ടോന്ന് ചോദിക്കുന്നു. അപ്പം നമ്മളത് പറയണല്ലോ. നമ്മൾ പറഞ്ഞാൽ പിന്നെ നാളെ നമുക്ക് എന്തെങ്കിലും ഉണ്ടായാലും വളരെ ധൈര്യമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു എന്ന് പറയാം. ഈ കാണിച്ച ഈ ഒരു കോൺഫിഡൻസ് എല്ലാവരും കാണിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടോ? എല്ലാവരും ഒരേപോലെ അല്ലല്ലോ, അത് ഓരോരുത്തരുടേതായ രീതിയിൽ ഓരോ രീതികളാണ്. പക്ഷേ മേ ബി റീ അത് പറഞ്ഞതുകൊണ്ട് റിയനോട് പറയാനുള്ളൊരു പേടി ഉണ്ടാവും. ചിലപ്പോൾ റിയ തിരിച്ചേത് രീതിയിൽ റിയാക്ട് ചെയ്യുന്നുള്ളൊരു പേടി ഉണ്ടാവും. ആ ഒരു കോൺഫിഡൻസ് എല്ലാ പെൺകുട്ടികൾക്കും വേണം എന്നുള്ളൊരു തോന്നലുണ്ടോ? ആ കോൺഫിഡൻസ് എല്ലാവർക്കും വേണം. ആ കോൺഫിഡൻസ് ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാക്കുക എന്നാണ് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ സീരിയലിലോട്ട് വരുവാണെങ്കിൽ ബെസ്റ്റ് ആക്ട്രസിന്റെ അവാർഡ് കിട്ടി. അപ്പോൾ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ? സീരിയൽ നടക്കുന്ന സമയത്ത് ഇപ്പം എൻ്റെ രൂപമൊക്കെ മാറി. സീരിയലിലുള്ള രൂപമല്ല എനിക്കിപ്പോൾ ഉള്ളത്. അങ്ങനെ ഭയങ്കര റെക്കഗ്നീഷൻ അല്ലേ, പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ ഇതാരാന്ന് ചോദിക്കുന്ന തരത്തിലുള്ള റെക്കഗ്നീഷനൊന്നും അതിന് ഉണ്ടായിട്ടില്ല. സീരിയലിൽ അഭിനയിക്കുന്ന സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഇന്ന ആളല്ലേ, സംശയത്തോടെ ഇങ്ങനെ കുറച്ച് ഇന്ന ആളാണോ ഇല്ലേ, കാരണം നല്ല രൂപവ്യത്യാസം ഉണ്ടല്ലോ അതിനകത്ത്. അപ്പോൾ തടിയൊക്കെ വെച്ചിട്ടാണ്, മുടിയൊക്കെ വെട്ടിയിട്ടും വേറെ വേറെ ഷർട്ടും പാൻറ്റൊക്കെ ഇട്ടിട്ടാണ്. അപ്പം പിന്നെ സംശയത്തിലൊക്കെ വന്ന് ചോദിച്ചിട്ടുള്ള ആൾക്കാരും മിണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. സീരിയൽ നടന്ന സമയത്തായിരുന്നു കുറച്ചുകൂടി ഉള്ളത്. ഇപ്പം അങ്ങനെ ഒരു റെക്കഗ്നീഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇടുക്കിയാണല്ലോ, ഹോം ടൗൺ വരുന്നത് ഇടുക്കിയാണ്, നെറ്റീവ് ഇടുക്കിയാണ്, ജനിച്ചതും വളർന്നതൊക്കെ അവിടെ. ഇപ്പോൾ കോതമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഇടുക്കിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു സീരിയൽ നടി എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ടോ? ഇടുക്കിയിലോട്ട് സത്യത്തിൽ ഞാൻ അധികം പോകാറില്ല. പിന്നെ നമുക്ക് അറിയാവുന്ന ആൾക്കാരുണ്ടല്ലോ. ഞാനൊരു ഗ്രാമപ്രദേശത്ത്, പണിക്കൻകുടി എന്നാണ് എൻ്റെ സ്ഥലത്തിൻ്റെ പേര്. ഞാനൊരു ഗ്രാമപ്രദേശത്ത് നിന്ന് വരുന്ന ആളാണ്. അവിടെയുള്ള ആളുകൾക്ക് സന്തോഷം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നുള്ളൊരു കുട്ടി അഭിനയിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ അവാർഡ് കിട്ടുന്നു എന്നുള്ള തരത്തിൽ അവർ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നമുക്ക് വേറൊരു പേഴ്സണൽ സ്പേസ് ഉണ്ടല്ലോ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കാനും അങ്ങനെയുള്ള. അതിനപ്പുറത്തോട്ടൊരു നടി എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം പോലും അതിനകത്ത് വന്നിട്ടില്ല. പിന്നെ ഞാൻ ഒരുപാട് കാലങ്ങളായി അങ്ങോട്ട് പോയിട്ടും അതുകൊണ്ട് അങ്ങനെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനുള്ളൊരു സമയം ഉണ്ടായിട്ടില്ല. പ്രിയയോട് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഉള്ളിൽ നിന്നാണ് സംസാരിക്കുന്നത്. പല കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് മേ ബി ഒരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ടാണോ അതോ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ടാണോ, എന്തെങ്കിലും പല ഇഷ്യൂസും ഫേസ് ചെയ്തത് കൊണ്ടാണോ, എന്തായിരുന്നു ഇത്രയും ബോൾഡായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്? ഒരു കാര്യം, ഞാൻ ജെനുവിനായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അത് എനിക്കതാണ് ഈസി എന്നുള്ളത് കൊണ്ടാണ്. ജെനുവിനായിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മളെ തന്നെ കൂടുതൽ അറിയാമെന്ന് പറയുന്ന പോലെ ഉണ്ടല്ലോ. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ പറയുന്നതിനകത്ത് ചിലപ്പോൾ തെറ്റുകളൊക്കെ വരാം. അപ്പോൾ ഇംപെർഫെക്ഷൻസിനെ പേടിയില്ലാതിരിക്കുക, നമ്മൾ പറയുന്നതിനകത്ത് തെറ്റുകൾ വരാമെന്ന് വിചാരിക്കുക. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു സ്ഥലം ഉണ്ടാകുന്നത്. അപ്പോൾ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടാണെന്ന് ചോദിച്ചാൽ വീട്ടുകാരൊക്കെ അങ്ങനെ അത്ര തുറന്ന് സംസാരിക്കുന്നതിന് അത്ര സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ല. എന്നാലും ഭയങ്കര പീഡിപ്പിക്കുന്ന വീട്ടുകാരൊന്നുമല്ല, വളരെ സ്നേഹമുള്ള സാധാരണ വീട്ടുകാരാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് മുതലേ തർക്കുത്തരം പറഞ്ഞു തുടങ്ങിയതിൻ്റെ ശീലം എന്ന് വേണമെങ്കിൽ പറയാം. ചുട്ടയിലെ ശീലം എന്ന് പറഞ്ഞ പോലെ എല്ലാവരുടെ അടുത്തും ഈ പറയുന്ന പോലെ റിബൽ ആവേണ്ട സ്ഥലങ്ങളിൽ റിബലായും അസേർട്ടീവ് ആവേണ്ട സ്ഥലങ്ങളിൽ അസേർട്ടീവായും വളരെ എനിക്ക് തോന്നുന്നു ചെറിയ കാലം മുതൽ അങ്ങനെ തന്നെ ആയിരുന്നു ഞാൻ. പൊതുവെ റിബൽ ആയിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇത്രയും റിബൽ ആയതുകൊണ്ട്? അതിനെപ്പറ്റി എനിക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. പിന്നെ പറയണോ വേണ്ടയോ എന്ന് ഞാനൊന്ന് ആലോചിക്കണം. അതിപ്പോഴൊന്നും അല്ല. അതായത് എൻ്റെ റിബലിസം തുടങ്ങുന്നല്ലേ നമ്മളൊരു കുട്ടി എന്നുള്ളൊരു അവസ്ഥയിൽ നിന്ന് നമ്മൾ ലോകത്തിൽ എന്നെയും കൊണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമല്ലേ, ഞാനും കുറച്ച് കറക്റ്റും റൈറ്റും പൊളിറ്റിക്കലി ഒക്കെ വർക്ക് ചെയ്യേണ്ട ഒരാളാണല്ലേ എന്നുള്ള ബോധം എനിക്കുണ്ടാവുന്നത് ഞാനൊരു 10ാം ക്ലാസ്സൊക്കെ കഴിയുന്ന ആ ഒരു കാലഘട്ടത്തിലാണ്. നമ്മൾ അഡോളസൻസിൻ്റെ ഒരു പീക്ക് മൊമെൻറ്റിലാണ് എനിക്ക് ഞാൻ ലോകത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നന്നാക്കിയേക്കാം, എന്നെ കുറിച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരാളാണ് ഞാൻ എന്നുള്ള തരത്തിലുള്ള ചിന്തകളൊക്കെ എനിക്കുണ്ടായത് ആ സമയത്താണ്. ഒരുമാതിരിപ്പെട്ട സ്കൂളിൽ ഉൾപ്പെടെ ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെ അടുത്തും വഴക്കുണ്ടാക്കുമായിരുന്നു. വഴക്കുണ്ടാക്കുന്നതിനകത്ത് കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അതിനകത്ത് നമ്മുടെ ഒരു റിബൽ സ്വഭാവം ഉണ്ടല്ലോ. ഞാൻ ഈ കാണുന്ന സാധനത്തിനകത്ത് ശരിയായിട്ടുണ്ട്, അത് സംസാരിക്കുന്നു. അത് ഈ പറയുന്ന പോലെ തന്നെ അതിനകത്ത് കുറേയൊക്കെ നമ്മളെ പ്ലേസ് ചെയ്യുന്നതിൻ്റെ എലമെൻറ്റും ഉണ്ടാവും, നമ്മൾ ഇങ്ങനത്തെ ആളാണെന്ന് പ്ലേസ് ചെയ്യുന്നതിൻ്റെ ഒരു എലമെന്റ് ഉണ്ടല്ലോ. മനസ്സിലായിരുന്നു. ഞാനെന്ന് പറയുന്ന ഞാൻ ഫെമിനിസം മനസ്സിലാക്കുന്ന ഒരാളും പൊളിറ്റിക്കലി നിൽക്കുന്ന ഒരാളുമാണ് എന്നാൽ എന്നെ പ്ലേസ് ചെയ്യുന്നതിൻ്റെ ഒരു മൊമെൻറ്റും, അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ നിങ്ങളൊക്കെ
അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു റിബലിസം അതിനകത്തുണ്ട്. അന്നത് കുറച്ചും കൂടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു എന്നെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് അത് ഭയങ്കര ഒരു വഴക്ക് കൂടുന്ന രീതിയിലോട്ട് ഇപ്പോൾ ഒക്കെ എൻ്റെ അടുത്ത് ആൾക്കാർ സംസാരിക്കാറുണ്ട്. അന്നൊക്കെ നിൻ്റെ അടുത്തൊന്നും സംസാരിക്കാൻ പോലും പേടിയാവുമായിരുന്നു. അപ്പോൾ പറഞ്ഞ എന്തിൽ കയറി പിടിക്കുമെന്ന് പറയത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഞാൻ കുറച്ചുകൂടി ഗ്രേയർ ഏരിയാസിനെ മനസ്സിലാക്കുന്ന ഒരാളാണ്. കുറച്ചുകൂടി ഇപ്പം അപ്പുറത്ത് നിൽക്കുന്ന ആളെ ക്യാൻസൽ ചെയ്യാതെ സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ്. അപ്പം അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് തീർത്തും എതിരഭിപ്രായമാണെങ്കിലും മാക്സിമം അതിനെ ക്യാൻസൽ അപ്പുറത്തേക്ക് നാളെ കംപ്ലീറ്റ്ലി ഡിസ്മിസ് ചെയ്യാതെ സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലോട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെയാണ് നല്ലൊരു അവസ്ഥയായിട്ട് കാണുന്നത്. കംപ്ലീറ്റ്ലി മറ്റേ ഒന്നെങ്കിൽ ആച്ചൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തെന്ന് പറയുന്ന പോലെ അല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളെ ഭയങ്കര ഹാർഷായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക, അവർ നമ്മളെക്കാളും മോശപ്പെട്ട ആളാണ് എന്ന് കാണിക്കുകയും നമ്മുടെ ഐഡിയോളജി അവരെക്കാളും മികച്ചതാണെന്ന് നമ്മൾ വിചാരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അപ്പുറത്തേക്ക് നാൾ മോശപ്പെട്ട ഒരാളാണെന്ന് ഞാൻ അങ്ങനെ അസേർട്ട് ചെയ്യാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ചിലപ്പോൾ നമ്മുടെ ശീലത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് അങ്ങനെ വരാറില്ല എന്നൊന്നുമല്ല. അപ്പോൾ എൻ്റെ ഒരു റിബലിസം അവിടെ നിന്ന് മാറി ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കുകയാണ്. ഓക്കെ, റിയ കുറച്ച് മുന്നേ ഫെമിനിസം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. റിയ ഒരു ഫെമിനിസ്റ്റ് ആണോ? അതിന് ഞാൻ മറുപടി പറയണമെങ്കിൽ എന്താണ് ദീപ്തി ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യമേ എന്നോട് പറയണം. ഓക്കെ, ഞാൻ ഉദ്ദേശിക്കുന്ന ഫെമിനിസം എന്ന് വെച്ചാൽ പെൺകുട്ടികൾ ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങളും സപ്പോർട്ട് ചെയ്തിട്ട് അതാണ് ശരി. പെൺകുട്ടികൾക്ക് കുറേയേറെ സൊസൈറ്റിയിൽ പല പ്രശ്നങ്ങൾക്കും പെൺകുട്ടികൾക്ക് സേഫ്റ്റി ഇല്ലാത്തൊരു സമയം വരാറുണ്ട്. അതായത് നമ്മുടെ ചുറ്റുപാടിൽ പെൺകുട്ടികൾക്ക് സേഫായി ഇറങ്ങി നടക്കാനും പെൺകുട്ടികൾക്ക് കുറച്ചുകൂടി നല്ല സ്പേസ് ഉണ്ടാവുകയും ചെയ്യുന്ന ആശയങ്ങളെ പിന്തുണയ്ക്കുന്ന ആളാണെന്നല്ലോ ഒബ്വിയസ്ലി ആണ്. റിയയുടെ കൺസെപ്റ്റിലെ ഫെമിനിസം എങ്ങനെയാണ്? അപ്പോൾ അതിന് പല വേരിയേഷനുകളുണ്ട്. ഇപ്പോൾ ഓരോ ഫസ്റ്റ് വേവ് ഫെമിനിസം, സെക്കൻഡ് വേവ് ഫെമിനിസം അങ്ങനെ പറയുന്ന പോലെ തന്നെ ഇപ്പം നമുക്കുള്ള ഫെമിനിസം പല തലങ്ങളിൽ നിൽക്കുന്ന ഫെമിനിസമാണ്. ഇപ്പം നമ്മൾ ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന ഒരു തരത്തിൽ ഇപ്പം ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് നിങ്ങൾ ഫെമിനിസ്റ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയണമെങ്കിൽ മറ്റേ ആളുടെ ഫെമിനിസവും എൻ്റെ നമ്മൾ രണ്ടുപേരും മനസ്സിലാക്കുന്ന ഫെമിനിസം എന്ന് പറയുന്ന ഐഡിയ ഒന്നാവണമല്ലോ. ഇപ്പോൾ ജനറലി ഇപ്പോൾ പറയുകയാണെങ്കിൽ ഫെമിനിസം എന്ന് പറയുന്നത് എല്ലാ ജെൻഡറിനും ഈക്വൽ ആയിട്ടുള്ള സോഷ്യൽ സിറ്റുവേഷൻ ഉണ്ടാവണം എന്ന് പറയുന്ന ഒരു ആശയത്തെയാണ് ഇപ്പോൾ ഫെമിനിസം എന്ന് മനസ്സിലാവുന്നത്. സ്ത്രീകളെ ഉയർത്തണം എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ പാട്രിയാർക്കിക്കലായിട്ടുള്ള ഒരു സൊസൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പോലെ തന്നെ പ്രശ്നങ്ങൾ അതിനകത്ത് പുരുഷന്മാരെ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ അത് പുരുഷന്മാരെല്ലാവരും മറ്റേ മാളികയുടെ പുറത്തിരുന്നിട്ട് നിങ്ങളെല്ലാവരും ചെയ്യൂ എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു പരിപാടി അല്ലല്ലോ അത്. അതിനകത്ത് ഇപ്പോൾ പുരുഷൻ കുടുംബത്തിലോട്ടുള്ള വരുമാനം കണ്ടുപിടിക്കണം എന്ന് പറയുന്ന മൊമെന്റ് പോലെ തന്നെയാണ് സ്ത്രീകൾ ജോലികൾ പോലെ തന്നെയാണെന്നല്ല, അതുപോലെ ഉള്ള മറ്റൊരു ഫേസിലാണ് സ്ത്രീകൾ വീട്ടിലെ ജോലികൾ ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന പോലെ. ഇപ്പോൾ നമ്മൾ ആത്മഹത്യയുടെയൊക്കെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ സ്ത്രീകളെക്കാളും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് പുരുഷന്മാരാണ്. അതും പാട്രിയാർക്കിയുടെ ഫലമായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഫെമിനിസം എന്ന് പറയുന്നത് എല്ലാ ജെൻഡറുകൾക്കും ഒരു ഈക്വൽ ഇൻക്ലൂസീവ് സോഷ്യൽ സ്പേസ് ഉണ്ടാക്കുന്ന ഒരു മൂവ്മെന്റ് എന്നുള്ള നിലയിലാണെങ്കിൽ ടോട്ടലി അഗ്രീയിങ് ഞാനൊരു ഫെമിനിസ്റ്റ് ആണ്. ഓക്കെ, റിയക്ക് തോന്നുന്നുണ്ടോ ഇപ്പോഴുള്ള ഈ കറണ്ട് സിറ്റുവേഷനിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇക്വാലിറ്റി എല്ലാ കാര്യത്തിലും കിട്ടുന്നുണ്ടെന്നുള്ള തോന്നലുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാളൊരു മീ ടു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്, ആൺകുട്ടി പറയുന്നതും പെൺകുട്ടിയും പറയുന്നതും തമ്മിൽ ഒരേപോലെയാണോ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്നാണോ തോന്നുന്നത്? ആ രീതിയിലാണോ ചോദിക്കുന്നത്? അത് ഒബ്വിയസ്ലി അല്ല. ഇപ്പം നമ്മൾ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നിയമങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ എല്ലാവരും പറയില്ലേ, ഇപ്പം അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീ വന്നിട്ട് കള്ളത്തരം പറഞ്ഞ പുരുഷന്റെ ജീവിതം അതോടെ പോവില്ലേ എന്നുള്ളൊരു സാധനം ചോദിക്കുമല്ലോ. അതൊരു തരത്തിൽ ശരിയായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഇപ്പോൾ വളരെ ഫോൾസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ഒരാൾ പറഞ്ഞ് ജീവിതം ഭയങ്കരമായിട്ട് ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുള്ള മനുഷ്യരുണ്ട്, ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള മനുഷ്യരുണ്ട്. അങ്ങനെ ഒരു സ്ത്രീ വന്നിട്ട് ശരി പറയില്ല, അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റ് ചെയ്തൊരു സാധനം പറയില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, മനുഷ്യരാണല്ലോ. അപ്പോൾ ഞാനതിനെ മനസ്സിലാക്കുന്ന വ്യക്തിപരമായിട്ട് നമ്മളിപ്പോഴും ഒരു ട്രാൻസിയൻറ്റ് ഫേസിലാണ് നിൽക്കുന്നത്. വളരെയധികം അടിച്ചമർത്തപ്പെട്ട് നിന്നിരുന്നൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഇക്വാലിറ്റി അല്ലെങ്കിൽ ഈക്വലി മനുഷ്യർ ട്രീറ്റ് ചെയ്യപ്പെടുന്ന കുറച്ചുകൂടി ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു സോഷ്യൽ സ്പേസിലോട്ടൊക്കെ എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനിടയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുക എന്നുള്ളത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിനെ നമുക്ക് നിലവിലുള്ള അവസ്ഥകൾ വെച്ചിട്ട് നന്നായിട്ട് ചെയ്യാന്നുള്ളതല്ലേ ഉള്ളൂ. അതിന് പരിഹാരമായിട്ട് ഇപ്പോൾ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന നിയമങ്ങൾ എടുത്ത് കളയുക, അല്ലെങ്കിൽ സ്ത്രീകൾ പറയുന്ന അലിഗേഷനുകളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് കുറച്ചുകൂടി പിന്തിരിപ്പനായി പോകുമല്ലോ. അപ്പം ഉള്ളൊരവസരത്തിൽ നിന്നുകൊണ്ട് നമുക്ക് നിലവിലുള്ള നമ്മുടെ എന്താ പറയുക വിവേചന ശേഷി വെച്ചിട്ടും നമുക്കുള്ള ബുദ്ധിയൊക്കെ വെച്ചിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥകൾ വെച്ചിട്ടും നമ്മൾ അതിനെ മനസ്സിലാക്കാമെന്നുള്ളൂ. അതിനകത്ത് ആക്സിഡൻറ്റ്സ് ഒബ്വിയസ്ലി സംഭവിക്കും. അത് ദൗർഭാഗ്യകരമാണ്. എല്ലാ കാലത്തും എല്ലാ മൂവ്മെൻറ്റിലും ഇതുപോലെയുള്ള സെറ്റ് ബാക്സ് ഉണ്ടാവും എന്ന് പറയുന്ന പോലെ തന്നെ അതതിൻ്റെ ഭാഗമാണ്. അത് സങ്കടകരമാണ്, പക്ഷേ അതതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ നമ്മൾ ഭയങ്കര ഒരു ഈക്വൽ സ്പേസിലാണ് നിൽക്കുന്നതെന്നൊന്നും എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. ഭയങ്കര അൺഈക്വൽ സ്പേസിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ നമ്മളെടുത്ത് നോക്കിയാലും സ്ത്രീയെയും പുരുഷനെയും അല്ലെങ്കിൽ ജെൻഡർ വ്യത്യാസമുള്ള മനുഷ്യരെ ഒരേപോലെയല്ല നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അത് സമൂഹം അങ്ങനെ ആ ഒരു രീതിയിൽ എത്തിയിട്ടില്ല, അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതിൽ നിന്ന് നേരെ റിയയുടെ സീരിയലിലെ ക്യാരക്ടർ എന്ന് വെച്ചൊരു ട്രാൻസ് മെന്നിൻ്റെ ക്യാരക്ടറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ട്രാൻസ് സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വല്ല ധാരണയുണ്ടായിരുന്നു ഈ ഒരു സീരിയൽ ചെയ്യുന്ന സമയത്ത്?
നല്ല ധാരണ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എനിക്കങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം ഞാനതിനകത്ത് ആക്ടിവിസം ഒന്നും ചെയ്യുന്ന ആളല്ല. പിന്നെ എനിക്ക് ട്രാൻസ് സുഹൃത്തുക്കളുണ്ട്. ഞാൻ സത്യസന്ധമായിട്ട് അതിനെ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്, അറിയാൻ ശ്രമിക്കുന്ന ആളാണ്. ഇപ്പം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി ധാരണയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അതൊരു വലിയ ബ്രോഡ് ക്വസ്റ്റ്യൻ ആണല്ലോ. ഇപ്പോൾ എന്താണ് ജെൻഡർ, അല്ലെങ്കിൽ എങ്ങനെയാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നവർക്ക് എന്തുകൊണ്ട് സമൂഹത്തിലൊരു സ്പെഷ്യൽ സ്പേസ് വേണം, അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഞാൻ വളരെ ജെനുവിനായി തന്നെയാണ് അതിനെ അപ്രോച്ച് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ സ്പേസ് അവർക്ക് ഉറപ്പായും വേണം എന്നല്ലേ? ഡെഫിനറ്റ്ലി നമ്മൾ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ സ്ത്രീയോ പുരുഷനോ എന്നുള്ളതുപോലെ അല്ലെങ്കിൽ അവരിലോട്ട് ഉൾക്കൊള്ളുക എന്നുള്ളതല്ല. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് മറ്റൊരു ഐഡന്റിറ്റിയാണ്. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഐഡന്റിറ്റിയെ ട്രാൻസ്ജെൻഡറായി പ്ലേസ് ചെയ്യാനുള്ള ഇടം സമൂഹത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. പല സിറ്റുവേഷൻസ് നോക്കുവാണെങ്കിലും ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ യൂസ് ചെയ്യുന്ന കുറച്ച് കൈൻഡ്സ് ഓഫ് ആൾക്കാരുണ്ട്. യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് അവർ റിവീൽ ചെയ്തിട്ടുമുണ്ട്. ജനറലി ട്രാൻസ് മെൻ ആൻഡ് ട്രാൻസ് വുമൻസ് ഒക്കെ സെക്ഷൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുള്ളൊരു തോട്ടുണ്ട്. പക്ഷെ അതിൽ പോലും കുറേയേറെ നല്ല രീതിയിൽ അവരുടെ ആ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. ബിഗ് ബോസിലുണ്ടായ നാദിറ, സീമ, വിനീത് ഇവരൊക്കെ വളരെ നല്ല രീതിയിൽ അവരുടെ ആ ഒരു കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. പക്ഷെ മുന്നേ ഉള്ള ഒരു സ്റ്റോറീസും കാര്യങ്ങളും വെച്ചിട്ട് അവരുടെ കമൻറ്റ് സെക്ഷനിലാണെങ്കിലും സൈബർ ബുള്ളിങ് ചെയ്യുന്ന കാണാറുണ്ട്. അതിനോടുള്ള അഭിപ്രായം എന്താ? സൈബർ ബുള്ളിങ് ചെയ്യുന്നതിനോട് ഒബ്വിയസ്ലി നല്ല അഭിപ്രായമല്ലല്ലോ. പിന്നെ ട്രാൻസ്ജെൻഡർ ആരാണ്, എന്താണ് എന്നൊക്കെയുള്ളത് നമ്മൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കുറേയും കൂടെ നല്ല സ്പേസുകൾ ഉണ്ടായി വരുന്നത്. നമ്മൾ ഭയങ്കര പ്രൗഡായിട്ടാണ് ഞാനത് പറയുന്നത്. വി ഹാവ് എ ബെറ്റർ സ്പേസ് ഫോർ ദ കമ്മ്യൂണിറ്റി എന്നുള്ളത്. പിന്നെ ഇപ്പോൾ സെക്സ് വർക്ക് ചെയ്യുന്നു എന്നുള്ള, ഇപ്പോൾ സെക്സ് വർക്ക് ജീവിക്കാൻ വേണ്ടി സെക്സ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിന് ഞാൻ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തരത്തിലൊന്നും കാണാൻ ശ്രമിക്കുന്നില്ല. സെക്സ് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഒരു മനുഷ്യനെ കൊന്നുകളയാനുള്ള അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്യാനുള്ള ഒരു കാരണമായിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല. പക്ഷേ ഇതിൽ സെക്സ് വർക്ക് ചെയ്യുന്ന ഒരു ലേഡീസ് ആണെങ്കിൽ ലേഡീസ് മാത്രമേ പ്രശ്നം ഫേസ് ചെയ്യുന്നുള്ളൂ. സെയിം ഈ പോകുന്ന ആൺകുട്ടികൾക്കും മെയിൽ ക്യാരക്ടേഴ്സ്, മെയിലായിട്ടുള്ള ആൾക്കാർ ഇവരൊന്നും ഒരു പ്രശ്നങ്ങളും അനുഭവിക്കുന്നില്ല. അവർ സമൂഹത്തെ മാന്യനായിട്ട് നടക്കുന്നുണ്ട്. അത് നമുക്ക് കാലാകാലങ്ങളായിട്ടുള്ള നമ്മുടെ പാട്രിയാർക്കിക്കൽ മൊറലിസ്റ്റിക് സ്ട്രക്ചർ അങ്ങനെയാണല്ലോ. അപ്പം അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാൻ പോയാലും നമ്മൾ ഒരുപാട് വേറെ തരത്തിൽ സംസാരിക്കേണ്ടി വരും. നമ്മൾ ഭയങ്കര ഓഫ് ട്രാക്ക് ആയി പോകും. നമ്മളിപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ സാധനം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മളൊരു കഴിഞ്ഞൊരു 10 വർഷമൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോലി സ്ഥലങ്ങളുടെ, ജോലി ചെയ്യുന്ന ഇടങ്ങളിലെ വ്യത്യാസങ്ങളാണെങ്കിലും നമുക്ക് പബ്ലിക് വിസിബിലിറ്റി കിട്ടുന്ന കാര്യങ്ങളാണെങ്കിലും ആക്ടിവിസത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും ആളുകൾ മുന്നോട്ട് വന്ന് സംസാരിക്കുന്ന കാര്യമാണെങ്കിലും അത്തരത്തിലൊക്കെ നമുക്ക് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള സുഹൃത്തുക്കളെ കൂടുതൽ അടുത്തറിയാനും എന്താണ് ട്രാൻസ്ജെൻഡർ, അവരുടെ ജീവിതത്തിൽ എന്താണ്, അവരുടെ മനസ്സിൽ എന്താണ്, നമ്മളെപ്പോലെയുള്ളൊരു മനുഷ്യനാണ് എന്നുള്ളൊരു ഹ്യൂമൻ ആസ്പെക്റ്റിൽ നമുക്ക് കാണാനുള്ള അവസരങ്ങളിൽ കേരളത്തെ സംബന്ധിച്ചും വളരെ കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്തരത്തിൽ ഈ സീരിയലും വളരെ നന്നായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം നോർമലൈസ് ചെയ്യാതെ, മറ്റേത് നമുക്ക് അറിയില്ലാത്ത എന്തോ ഒരു കാര്യം ആരോ ഇപ്പോൾ വേഷം കെട്ടി നടക്കുന്നു എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പോൾ ഇവരിങ്ങനെയൊക്കെ ചെയ്യണേ, ഇവർക്ക് വരെയൊക്കെ വീട്ടിലിരുന്നൂടെ എന്നൊക്കെ ഉള്ള തരത്തിൽ അതൊരു അറിവില്ലായ്മയും വളരെ വയലൻ്റ് ആയ ഒരു ഇന്നസെൻസിൽ നിന്നോ അറിവില്ലായ്മയിൽ നിന്നോ വരുന്നൊരു സംശയമാണല്ലോ അത്. എന്നിട്ട് അവരുടെ അല്ലെങ്കിൽ നമ്മളെക്കാളും ഇൻഫീരിയർ ആണെന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരുടെ മുകളിൽ പവർ എടുക്കാനുള്ള ഒരു ടെൻഡൻസിയുടെ ഭാഗമാണല്ലോ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വളരെ ബെറ്റർ ആണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഒരു പിൽക്കാലത്തെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ റീഡ് ഈ സീരിയലും കഥാപാത്രവും ഒരു ഗുഡ് മെസ്സേജ് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. അത് എന്ത് തരത്തിലാണെന്ന് വെച്ചാൽ ഇപ്പോൾ സീരിയലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് ക്രിറ്റിസിസംസ് പറഞ്ഞിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. ക്രിറ്റിസിസംസ് നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയുന്നതിനകത്തൊരു ശരികേടില്ലേ, ഇന്ന രീതിയിൽ ചെയ്യുന്നതിനകത്ത് ശരികേടില്ലേ, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് അതിനോട് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഏത് ഓഡിയൻസിനാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നത് എന്നുള്ളതുണ്ടല്ലോ. നമ്മളൊരു അക്കാഡമിക് സ്പേസിൽ വെക്കുന്ന ഒരു ജേണൽ എഴുതുന്നതോ ഒരു സീരിയൽ കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി വെക്കുന്നതോ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു ജമ്പാവരുതല്ലോ. നമുക്കറിയില്ലാത്തൊരു സാധനത്തിനെ അല്ലെങ്കിൽ നമുക്കറിയില്ലാത്തൊരു കൺസെപ്റ്റിനെ നോർമലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് തെറ്റുകൾ ഉണ്ടാവും എന്നുള്ളത് ഞാൻ അതിനകത്തോട് അഭിനയിക്കാൻ വരുന്നതിന് മുന്നേ ഒരുപാട് ആലോചിച്ചിട്ടുള്ള സാധനമാണ്. ഇതിനകത്ത് തെറ്റുകൾ ഉണ്ടാവുമല്ലോ, അപ്പം എങ്ങനെ നമ്മളത് ചെയ്യുന്നത് ശരിയാണോ, അത്തരത്തിലുള്ള ഒരുപാട് എലമെൻറ്റുകൾ വെച്ചിട്ട്. അപ്പോൾ എനിക്ക് തോന്നിയൊരു സാധനം അത് സംഭവിക്കട്ടെ, അതിനകത്തുള്ള തെറ്റുകൾ ചർച്ച ചെയ്യപ്പെട്ടിട്ട്, അതിനകത്തുള്ള തെറ്റുകൾ ചർച്ച ചെയ്യാൻ ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കും എന്നുള്ളത് അതിൻ്റെ ഒരു നല്ല പോയിന്റാണ്. അതിനകത്തുള്ള ശരികൾ ആളുകൾക്ക് കൂടുതൽ മനസ്സിലാക്കാനുള്ള രീതിയിൽ കുറച്ചുകൂടി അക്സെപ്റ്റൻസ് ഉണ്ടാവും എന്നുള്ളത് നല്ല കാര്യമാണ്. എൻ്റെ അടുത്ത് പേഴ്സണലി വിളിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ളതും ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെയൊക്കെ മെസ്സേജ് അയച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അതായത് നമ്മുടെ വീട്ടിൽ സീരിയൽ കാണുന്നുണ്ട്, എനിക്ക് കുറച്ചുകൂടി അക്സെപ്റ്റൻസ് കിട്ടി, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയോട് എനിക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് കമൗട്ട് ചെയ്യാത്ത ആളുകളെ പറ്റിയിട്ടാണ് ഞാൻ പറയണത്. അത് ഭയങ്കര പ്രൗഡ് ആൻഡ് ജെനുവിൻ ഹാപ്പി മൊമെൻ്റ് ആണ് സീരിയലിനെ സംബന്ധിച്ച്. അപ്പം അങ്ങനത്തെ ഒരു അവസരം ഉണ്ടാക്കി എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. ദെൻ ദിവ്യപ്രഭയെ കുറിച്ച് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു.
നല്ലൊരു ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റീസെൻ്റായിട്ട് ദിവ്യപ്രഭേൻ്റെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. പുള്ളിക്കാരുടെ റീസെൻ്റായിട്ട് ഇറങ്ങിയ മൂവിയിൽ ഒരു ചെറിയൊരു ക്ലിപ്പ് വൈറലായി. അതിനെഗെയിൻസ്റ്റ് സൈബർ ബുള്ളിങ് നല്ല രീതിയിൽ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ദിവ്യപ്രഭയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരുടെ. ഞാൻ പേഴ്സണലി സംസാരിച്ചിട്ടില്ല. പിന്നെ എനിക്കതിപ്പോൾ അങ്ങനെ ഭയങ്കര ഓവറായി സംസാരിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമായിട്ടൊന്നും എനിക്കന്ന് തോന്നിയില്ല. അത് പക്ഷേ ദിവ്യയും അതിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുത്തിരിക്കുന്നതായിട്ടാണ് എനിക്ക് ബാക്കിയല്ലാത്ത റെസ്പോൺസുകളിൽ നിന്നൊക്കെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഞാൻ പറയുന്നത് അതൊക്കെ എൻ്റെ ഭാഗമാണല്ലോ. അതിനെ അവർ ഭയങ്കര ബോൾഡായിട്ടൊരു സ്ത്രീയാണ്. അവർക്ക് എന്താ അവരതിനെ ഡീൽ ചെയ്യാനും അവർ അതിനെ വളരെ നല്ല രീതിയിൽ എടുക്കാനും പറ്റുന്നൊരു ജെന്യുവിൻ ആയിട്ടുള്ള സ്ത്രീയാണ്. ഞാൻ അതിനെപ്പറ്റി പേഴ്സണലി അവളുടെ അടുത്ത് സംസാരിച്ചിട്ടില്ല. ഓക്കെ, നമ്മുടെ ഈ സ്കൂൾ കോളേജ് ലൈഫ് പോലെ ആയിരുന്നു സീരിയലിലെ ലൈഫ് എന്ന് കേട്ടിട്ടുണ്ട്. അതായത് 2 വർഷത്തോളമുള്ള ഷൂട്ടായിരുന്നു. ആ ഒരു ഷൂട്ടിംഗ് സമയത്തുണ്ടാകുന്ന കുറേ മെമ്മറീസ് ഉണ്ടാവില്ലേ? ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ഇപ്പോഴും എനിക്ക് അതിൻ്റെ ഭയങ്കര മിസ് ചെയ്യും. സെറ്റിൽ പോകുന്നത്, സെറ്റിലെ ആൾക്കാരോട് സംസാരിക്കുന്നത് ഭയങ്കര എനിക്കത് കോളേജിൽ തിരിച്ചെത്തിയ പോലെ ഉള്ളൊരു അനുഭവമായിരുന്നു. എന്തായിരുന്നു, എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ളൊരു പ്രിവിലേജ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സീരിയലിൽ നിന്ന്? ഒരുപാട് പ്രിവിലേജുകൾ എനിക്കുണ്ടായിരുന്നു. ഒന്ന് ഞാൻ എന്തോ ഒരു കിളിയാണെന്നുള്ള പ്രിവിലേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പറയുന്ന പോലെ ഒന്ന് സൂക്ഷിച്ചു കണ്ടൊക്കെ പറഞ്ഞേക്കാം, ഇതൊക്കെ മുന്നോട്ട് പോകണമല്ലോ എന്നുള്ള രീതിയിൽ. അത് ബുദ്ധിമുട്ടാവുന്ന തരത്തിലും ഉണ്ടായിരുന്നു, അല്ലാതെ ഉണ്ടായിരുന്നു, രസകരമായിട്ടുള്ള തരത്തിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആൺകുട്ടിയായിട്ടാണല്ലോ അഭിനയിക്കുന്നത്. അപ്പം ആൺകുട്ടിയായിട്ട് അഭിനയിക്കുമ്പോൾ ഞാൻ പൊതുവേ നല്ല മടിയുള്ള ആളാണ്. രാവിലെ എഴുന്നേറ്റ് ഡ്രസ്സപ്പൊന്നും ചെയ്ത് പോകാതെ തലേദിവസം കിടക്കുന്ന എന്നെ എല്ലാവരും കളിയാക്കുന്ന വേറൊരു കാര്യമാണ്. രാവിലെ വണ്ടി വരുമ്പോൾ ഞാനൊരു മറ്റേ അമ്മൂമ്മമാരൊക്കെ പുതയ്ക്കുന്ന പോലത്തെ ഒരു പുതപ്പൊക്കെ എടുത്ത് ഉറക്കത്തിൽ നിന്ന് നേരെ എഴുന്നേറ്റ് വരുന്ന പോലെയാണ് പൊതുവേ സെറ്റിലോട്ട് വരാറുള്ളത്. ഒരു നിക്കറൊക്കെ ഇട്ടായിരിക്കും പൊതുവേ വരുന്നത്. സീരിയലിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ ഭാഗമായിട്ടും അങ്ങനെ ആൺകുട്ടികളുടെ വേഷങ്ങളാണ് വരുന്നത്. അപ്പോൾ അവിടെ നിക്കറിട്ടൊക്കെ വരാനൊക്കെ പ്രിവിലേജ് ഉള്ള ഒരു വ്യക്തി ഞാനായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ സീരിയൽ തുടങ്ങുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിച്ചു, ഞാൻ നിക്കറിട്ടൊക്കെ ചെല്ലുമ്പോൾ അവിടെ ആരെങ്കിലുമൊക്കെ അങ്ങനെയാണല്ലോ, നമ്മളെല്ലായിടത്തും ചെല്ലുമ്പോൾ കരുതലോടെയാണല്ലോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ നോക്കുകയും കമൻ്റ് അടിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും, അതിനെയൊക്കെ ഡീൽ ചെയ്യണം, 2 ഷോയൊക്കെ ഇറക്കാമെന്നൊക്കെ വിചാരിച്ച് പോകുമായിരുന്നു. പക്ഷേ ആരും പ്രത്യേകിച്ച് നീയായിരുന്നോ, നിന്നെ അങ്ങനെ തോന്നുന്നില്ല എന്ന് പറയുന്ന പോലത്തെ കമൻറ്റുകളാണ്. ഭയങ്കര മറ്റേ ഹോംലി അറ്റ്മോസ്ഫിയറാണ് എനിക്കവിടെ ഉണ്ടായിരുന്നത്. അതെനിക്ക് ഭയങ്കര, എനിക്കതൊക്കെ കേൾക്കുമ്പം ക്യാരക്ടർ ഭയങ്കര സക്സസ്ഫുൾ ആവുന്നുണ്ടല്ലോ, എന്നെ കാണുമ്പോൾ ആൺകുട്ടിയായിട്ട് തന്നെയാണല്ലോ തോന്നുന്നത് എന്നുള്ള തരത്തിൽ ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു അതിനെപ്പറ്റി പറയാനാണെങ്കിൽ. പെൺകുട്ടി ആയതിൽ റിയക്ക് എന്തെങ്കിലും കുറ്റബോധം തോന്നിയിട്ടുണ്ടായിരുന്നില്ല? ആൺകുട്ടി എനിക്ക് പെൺകുട്ടി അല്ലാതെ ഒരു ജെൻഡറിലോട്ട് മാറുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കാൻ പോലും, വേറൊരു ജന്മം ഉണ്ടെങ്കിൽ പോലും വേറൊരു ജെൻഡർ ആകുന്നതിൽ ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരാളാണ് ഞാൻ ഭയങ്കര ഫെമിനൈൻ ആയിട്ടുള്ള ആളാണ്. ഫെമിനൈൻ ആയിട്ടുള്ള ആളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ ഒരു കാലത്തെ ഇമാജിനേഷനുകളിലും ഞാൻ പെൺകുട്ടി അല്ലാത്ത ഒരാളായിട്ടില്ല. അപ്പം ഞാൻ മുടി മുറിച്ച് നടന്നിട്ടുണ്ട്, ഞാൻ പാൻറ് ഷർട്ടും ഇട്ട് നടക്കാറുണ്ട്, ആൺകുട്ടികളുടേതെന്ന് പൊതുവെ പറയപ്പെടുന്ന വേഷങ്ങൾ ഇട്ട് നടക്കാറുണ്ട്. അതെല്ലാം എന്നിലെ പെണ്ണാണ് ഇട്ട് നടക്കുന്നത്. ഒരിക്കലും എനിക്ക് എൻ്റെ ഫെമിനിറ്റിയിൽ നിന്ന് മാറുന്നൊരു സാധനം വളരെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഭയങ്കര ഫെമിനൈൻ ആയിട്ടുള്ള ആളാണ്. പിന്നെ ഈ ആൺകുട്ടിയുടെ ഈ സീരിയലിൽ അഭിനയിക്കുന്ന സമയത്ത് രൂപം കൊണ്ട് എല്ലാവരും ആൺകുട്ടീനെ പോലെ ഉണ്ടെന്ന് പറയുന്ന സമയത്ത് സീരിയലിനകത്തല്ലാതെ എനിക്ക് സത്യത്തിൽ അത് അത്ര ഇഷ്ടപ്പെടില്ലായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് 2 പൊട്ടൊക്കെ കുത്തി 2 വലിയ ജിമുക കമലൊക്കെ ഇട്ട് നടക്കുമായിരുന്നു മുടി വെട്ടിയ സമയത്ത്. അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു തോന്നൽ വരാനുള്ള കാരണം എന്താ? അല്ല, രൂപം കൊണ്ട് ഈ പറയുന്നല്ലോ, നമ്മൾ ഹെയർ നന്നായിട്ട് വളർത്തുക, ഹെയർ വളർത്താന്ന് വെച്ചാൽ താടിയൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈഡിലെ രോമങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നന്നായിട്ട് വളർത്തുക, ബാക്കി രോമങ്ങളൊക്കെ ഷേവ് ചെയ്യാതിരിക്കുക, ഹെയർ പക്ക ആൺകുട്ടിയായിട്ട് ഇതുപോലെ ആ ഒരു ഹെയർ സ്റ്റൈലിൽ കട്ട് ചെയ്യുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോൾ പൊതുവേ പിന്നെ ഷർട്ടും കൂടി ഇട്ട് കഴിയുമ്പോഴേക്കും രൂപം കാണുമ്പം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. അപ്പം അത്തരത്തിൽ ആൾക്കാർ പറയുമ്പോൾ ഭയങ്കര പക്ക ഇതാണല്ലോ, നിങ്ങൾ അല്ലെങ്കിൽ ആൺകുട്ടിയായിട്ട് ജീവിക്കേണ്ട ആളായിരുന്നു, ആൺകുട്ടീനെ പോലെയുള്ള ഒരാളാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നും, എന്താ ആൺകുട്ടിയായിട്ട് ജീവിക്കേണ്ട ഒരാൾ, എൻ്റെ ഒരു എന്നിലെ ഒരു പെണ്ണിനെ നിങ്ങൾ കാണുന്നില്ലേ, എൻ്റെ ഒരു സുന്ദരിയായ ഒരു സ്ത്രീയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എന്ന് പറയുന്ന പോലെ ഒരു ചെറിയ കോംപ്ലക്സ് അതിനകത്തുണ്ടായിരുന്നു. കോംപ്ലക്സ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ ഒരു ഫെമിനിറ്റീനെ കുറച്ചുകൂടി ഞാൻ എന്താ പറയുക എംബ്രേസ് ചെയ്യാൻ സീരിയലിൽ റോൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. കാരണം ഭയങ്കര ഡിവിഷനാണല്ലോ അത്. റിയ പെൺകുട്ടി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി എന്നുള്ള ഒരു ടൈപ്പിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്, അല്ലാതെ ആൺകുട്ടികൾ മോശമായി എന്നുള്ളൊരു അങ്ങനെയല്ല. ഞാൻ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. എനിക്ക് എന്നിലെ പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് എംബ്രേസ് ചെയ്യാൻ ഭയങ്കര സെൽഫ് ലവ്, അതായത് ഞാനൊരു പെൺകുട്ടിയാണല്ലോ എന്നുള്ളതിൽ ഭയങ്കര അഭിരമിക്കാൻ കൂടെ അതിനെ സഹായിച്ചു എന്ന് വേണേൽ പറയാം. ഇപ്പം സീരിയൽ കഴിഞ്ഞിട്ട് എനിക്ക് പറയുന്ന പോലെ ചുരിദാറൊക്കെ ഇട്ട് പൊട്ടൊക്കെ കുത്തി മുടിയൊക്കെ ഇച്ചിരി നീട്ടി വളർത്താനൊക്കെ അങ്ങ് കൊതിയാവുന്നു. അതുപോലെ സീരിയലിലാണെങ്കിലും ഇക്വാലിറ്റി, ഈ ഒരു മീൻസ് കിട്ടുന്ന ആ ഒരു ജോലിയുടെ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ഇക്വാലിറ്റി ഇല്ലയെന്ന് മറ്റോ തോന്നിയിട്ടുണ്ടായിരുന്നു? അങ്ങനെ വ്യക്തിപരമായിട്ട് എനിക്ക് അത്ര കാര്യമായിട്ട് അതിനെ പറ്റിയൊന്നും അറിയില്ല. ഭയങ്കര ഡിഫറൻസ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ സിനിമയെ പറ്റി നമ്മൾ പറയുന്ന പോലത്തെ അത്രയും വലിയൊരു ഡിഫറൻസ് സീരിയൽ രംഗത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ത്രീകൾക്കാണ് പൊതുവെ പൈസ കൂടുതൽ കിട്ടുന്നതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഡയറക്റ്റായിട്ടുള്ള അറിവില്ല അതിനെ പറ്റിയിട്ട് അധികാരികമായിട്ട് പറയാനായിട്ട്. പിന്നെ റിയ ചെറുപ്പം തൊട്ടേ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് വന്ന ഒരാളാണ്. ഫിനാൻഷ്യലി ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട വന്നിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു ഫിനാൻഷ്യൽ ഇൻകം എന്നുള്ളത് പല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ ഒരു ഇൻകം കൊണ്ട് നമുക്ക് പല തീരുമാനങ്ങൾ എടുക്കാൻ ബോൾഡായിട്ട് എടുക്കാൻ പറ്റിയെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ പ്രാഥമിക ഇൻഡിപെൻഡൻസ് എന്ന് വേണമെങ്കിൽ പറയാമെന്ന് ഞാൻ പറയുന്നൊരു കാര്യമാണ്. എസ്പെഷ്യലി അത് സ്ത്രീകളെ സംബന്ധിച്ച്. അത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നമുക്കൊരു സാധനം വാങ്ങിക്കാൻ പൈസ തരുന്നു, പൈസ ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയെ പോലെ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് എന്ത് അഭിപ്രായം പറയാം, നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സാധനമാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിൽക്കുന്നത്. വളരെ ചെറിയ കാലം മുതൽ ഏൺ ചെയ്ത് തുടങ്ങിയ ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിനും അല്ലെങ്കിൽ എൻ്റെ ബൗണ്ടറീസ് എവിടെ വെക്കണം എന്നുള്ളതിന് കൃത്യമായിട്ട് തീരുമാനിക്കാൻ യാതൊരു തരത്തിലുള്ള, അതാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു പ്രിവിലേജ് എന്ന് പറയുന്ന ഒരു സാധനം. അത്തരത്തിലുള്ളൊരു പ്രിവിലേജ് ഉണ്ടാകാൻ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് എന്നെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള സാധനം. അത് ഈവൻ നമ്മുടെ സ്വന്തം വീട്ടുകാരുടെ അടുത്ത് പോലും അല്ലെങ്കിൽ അത്രയും അടുത്ത് നിൽക്കുന്ന ആളുകളുടെ അടുത്ത് പോലും ഓക്കെ ഐ തിങ്ക് ദിസ് വേ എന്ന് പറയണമെങ്കിൽ നമുക്കൊരു തരത്തിലുള്ള ഇൻഡിപെൻഡൻസ് ഉണ്ടാവണമല്ലോ, ഒരു ഓട്ടോണോമി ഉണ്ടാവണമല്ലോ. അതിന് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ത്രീകൾക്കും എല്ലാ മനുഷ്യർക്കും അത് ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് ഭയങ്കര പേഴ്സണലി ആഗ്രഹിക്കുന്ന ഒരു കാര്യം. റിയ സീരിയൽ ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മെൻ ക്യാരക്ടറായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പിയറൻസ് വെച്ചൊരു ഫീമെയിൽ ആയതുകൊണ്ടും, അപ്പിയറൻസ് നല്ലൊരു ഫീമെയിൽ ആയതുകൊണ്ട് പല ബോഡി പാർട്ടുകളും കവർ ചെയ്യേണ്ട വന്നിട്ടുണ്ടാവും. അതെങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? ട്രാൻസ്ഫോർമേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഹെയർ കട്ട് ചെയ്യുക, രോമങ്ങൾ വളർത്തുക കയ്യിലും മുഖത്തൊക്കെ. അത് അല്ലാതെ നമുക്ക് ചെയ്യേണ്ട ഒരു സാധനം, നമ്മൾ അപ്പർ ബോഡി സർജറിക്ക് ശേഷമുള്ള ട്രാൻസ്ഫോർമേഷൻ കാണിക്കൽ കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു നമ്മളെ സംബന്ധിച്ച്. കാരണം ഞാൻ ഫീമെയിൽ ബോഡിയിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് തന്നെ നമ്മുടെ ചെസ്റ്റ് ബൈൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഭയങ്കര മറ്റൊരു ടാസ്ക്. അപ്പോൾ ഞാൻ ബൈൻഡേഴ്സൊക്കെ വെച്ചിട്ട്, അപ്പോൾ ഞാൻ എൻ്റെ ട്രാൻസ്മാൻ ആയിട്ടുള്ള സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ തന്നെ നിങ്ങൾ പണ്ട് എന്താ ചെയ്തിരുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടൊക്കെ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അന്നാണ് ഞാൻ ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഈ കാര്യം അറിയുന്നത്. മറ്റേ നമ്മുടെ ബാൻഡേജ് ഇല്ലേ, ഈ ബൈൻഡേഴ്സ് ഒക്കെ വെച്ച് കെട്ടിയാൽ അത് നമുക്കത്ര പക്കയായിട്ട് കിട്ടില്ല. അപ്പം നമ്മൾ ഈ നീരൊക്കെ വരുമ്പോൾ കിട്ടുന്ന ബാൻഡേജ് ഇല്ലേ, ആ ബാൻഡേജസ് വെച്ചിട്ട് കെട്ടുകയാണ് ചെയ്യാറ്. അപ്പം ഞാനും ഓക്കെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ബാൻഡേജസ് വെച്ചിട്ട് കെട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് എനിക്ക് ശരിക്കും ഇത് കെട്ടി ഷൂട്ടിംഗ് ഇപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ കഴിയുമല്ലോ, അപ്പോൾ പോലും കുറച്ച് നേരം കഴിയുമ്പോൾ എനിക്ക് എവിടേക്ക് ഇരുന്നോ വേദന എടുക്കും, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടോ എന്ന് തോന്നും. അപ്പോൾ ശരിക്കും അങ്ങനെ ജീവിക്കുന്ന ഒരാളുടെ ഒരു ബോഡിയോടുള്ളൊരു പ്രശ്നവും അവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്നൊക്കെ ഉള്ളതിന് ഭയങ്കര അടുത്തറിയാൻ പറ്റിയ ഒരു നല്ല മൊമെൻ്റ് ആയിരുന്നു. ഈ ബോഡിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്നെ പേഴ്സണലി അറിയാൻ ഹെൽപ്പ് ചെയ്തൊരു സാധനമായിരുന്നു. അത് ഭയങ്കര ഒരു നോട്ടബിൾ മൊമെൻ്റ് ആയിരുന്നു. അതിനുശേഷം ആ ഒരു ജെൻഡറിനോട് ഭയങ്കരമായിട്ടൊരു റെസ്പെക്ട് തോന്നിയിട്ടുണ്ടോ? അതല്ലെങ്കിൽ എനിക്ക് എല്ലാ മനുഷ്യരോടും റെസ്പെക്ട് നമ്മളത് റെസ്പെക്ട് എല്ലാവർക്കും സ്വാഭാവികം, എല്ലാവർക്കും എല്ലാ ജെൻഡറിനോട് റെസ്പെക്ട് തോന്നും. പക്ഷേ ഇപ്പം എനിക്കതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല, കാര്യം ഞാനത് എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ റിയ ഒരു ക്യാരക്ടറായിട്ട് പോലും എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് അവരനുഭവിക്കുന്ന ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് കൂടുതൽ റെസ്പെക്റ്റോ അവരോടുള്ള ഒരു ഐ ഗീവ് മോർ സോളിഡാരിറ്റി ടു ദം എന്ന് വേണമെങ്കിൽ പറയാം. അതിന് മുന്നേ ഒരു കാലത്ത് ഞാൻ ട്രാൻസ്ജെൻഡേഴ്സിനെ ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടില്ല, ചെയ്യേയില്ല അറിഞ്ഞുകൊണ്ട്. ദെൻ അതുപോലെ തന്നെ ഈ ബൈൻഡ് ചെയ്തിട്ടായിരുന്നു ആ ഒരു സീരിയലിൽ ഫുൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ബോഡിയിൽ എന്തെങ്കിലും അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ആ സമയത്തൊക്കെ നല്ല വേദനയും എനിക്കൊരു ടെൻഷനൊക്കെ ആവുമായിരുന്നു. ദൈവമേ, സീരിയൽ കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ സൗന്ദര്യം എന്ന് പറയുന്ന പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാകുമായിരുന്നു. പക്ഷെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും, ആ സമയത്തുള്ള വേദന നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഷൂട്ട് കഴിഞ്ഞ് ഹോട്ടലിലൊക്കെ തിരിച്ചെത്തുന്ന സമയമാകുമ്പോഴേക്ക് എനിക്ക് നല്ല ബോഡി പെയിൻ ഒക്കെ വരുമായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാനതിനെ എനിക്ക് സന്തോഷത്തോടെ തന്നെയാണ് ഞാനതിനെ എടുത്തിട്ടുള്ളത്. ഐ വാസ് ആക്ച്വലി ഹാപ്പി ദാറ്റ് ഐ കുഡ് ഡു എ ചലഞ്ചിങ് റോൾ ലൈക്ക് ദാറ്റ്. അത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ഫാമിലിയിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴേലും? ഫാമിലിയിൽ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, പിന്നെ അവർക്കും ടെൻഷൻ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വളരെ എക്സ്പ്ലിസിറ്റ്ലി ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ റീക്ക്, ആ ഒരു സീരിയൽ കഴിഞ്ഞ ശേഷം കുറേയേറെ നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 1 year ആയിട്ട് ആ പ്രേക്ഷകരൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും ഉറപ്പായിട്ടും അല്ലേ? അപ്പോൾ അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടക്കം മുതൽ സപ്പോർട്ട് ചെയ്തതിന്, നല്ല നല്ല ക്രിറ്റിസിസംസ് പറഞ്ഞതിന്, അവാർഡ് കിട്ടിയപ്പോൾ വിളിച്ച് അഭിനന്ദിച്ചതിന്, ഇപ്പോഴും കൂടെ ഉള്ളതിന് എല്ലാവരോടും ഏറ്റവും സ്നേഹത്തോടെ നന്ദിയാണ് ഇപ്പോൾ പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് വേണ്ടി ഇത്രയും ഒരു സമയം സ്പെൻഡ് ചെയ്തതിൽ വളരെ താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി.